ഐയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ കണ്ടത് നമ്പൂതിരിക്കുട്ടിക്ക് 5 ലക്ഷം, നായരുകുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം, ഈഴവക്കുട്ടിക്ക് 3 ലക്ഷം, പട്ടികജാതിക്കുട്ടിക്ക് 2 ലക്ഷം തുടങ്ങിയ കൊട്ടേഷനുകൾ. ഷോൺ ജോർജ് വെളിപ്പെടുത്തിയ ഒരു വിവരമാണിത്. ഷോൺ ജോർജ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ചേർന്നൊരു അഭിമുഖം നടത്തുന്നതിനിടയിൽ പറഞ്ഞ വിവരം. മതം മാറ്റുന്നതിനായി പ്രണയം നടിക്കുന്ന ലവ് ജിഹാദ് കൊട്ടേഷനുകൾ, അതിനുവേണ്ടി രാജ്യവിരുദ്ധ ശക്തികളുടെ പണം കൈപ്പറ്റുന്ന സംഘടിത ശക്തികളെയാണ് എതിർക്കേണ്ടത്, പ്രണയത്തെ അല്ല. കേരള സ്റ്റോറി സിനിമയെ എന്തിനാണ് വിവാദമാക്കുന്നത് എന്നാണ് BJP നേതാവ് ഷോൺ ജോർജ് ചോദിക്കുന്നത്. കേരള സ്റ്റോറി പറയുന്നത് ലവ് ജിഹാദിനെ കുറിച്ചാണ്. ഷോൺ ജോർജും ഭാര്യയും നടൻ ജഗദീഷ് റഹ്മാന്റെ മകളുമായ പാർവതിയും ഒപ്പം ഉണ്ടായിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ വൺ സൈഡഡ് മതേതരത്വമുണ്ട്. കേരള സ്റ്റോറി പറയുന്നത് ലവ് ജിഹാദിനെ കുറിച്ചാണ്. എന്നാൽ കേരളത്തിലെ എല്ലാ മുസ്ലിം വിഭാഗങ്ങളെയും ചൂണ്ടിക്കാട്ടിയല്ല ലവ് ജിഹാദ് പറയുന്നത്. അതുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതൊരു സർക്കാർ പദമല്ല. ലവ് ജിഹാദ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചാലും ഇല്ല എന്നേ പറയൂ. മതം മാറ്റുന്നതിനായി പ്രണയം നടിക്കുന്നതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. നടിക്കുന്നതിനും അപ്പുറമുള്ള അപകടമാണ് അതിനുവേണ്ടി രാജ്യവിരുദ്ധ ശക്തികളുടെ പണം കൈപ്പറ്റുന്ന സംഘടിത ശക്തികളുടെ പ്രവർത്തനം. അത്തരം ആളുകളെയാണ് പ്രതിരോധിക്കേണ്ടത്. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് ഒരു തെറ്റല്ല. പ്രേമിച്ച പുരുഷന്റെ മതത്തിലേക്ക് മാറുന്നതുമല്ല ഇവിടുത്തെ വിഷയം. PFIയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ കണ്ട ആ കൊട്ടേഷനുകൾ അത് ഞെട്ടിച്ചു. നമ്പൂതിരിക്കുട്ടിക്ക് 5 ലക്ഷം, നായരുകുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം, ഈഴവക്കുട്ടിക്ക് 3 ലക്ഷം, പട്ടികജാതിക്കുട്ടിക്ക് 2 ലക്ഷം തുടങ്ങിയ കൊട്ടേഷനുകൾ. ഇതൊക്കെ തന്നെയാണ് കേരള സ്റ്റോറിയിൽ പറയുന്നത്. അത്തരത്തിലെ കഥകളാണ്. അത് പ്രദർശിപ്പിച്ചപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രശ്നമുണ്ടാക്കുന്നു. സീതാദേവിയെ നഗ്നയാക്കി ചിത്രീകരിച്ചപ്പോൾ അവാർഡ് കൊടുത്ത നാടല്ലേ കേരളം? എന്തുകൊണ്ട് ഇവിടെ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമായി കാണുന്നില്ല? ഈ വിഷയം ചർച്ചയാകണമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലവ് ജിഹാദുകാരനാണ് ഞാൻ എന്ന് പറയും. പ്രതികരിച്ചാൽ ഉടൻ പറയും ലവ് ജിഹാദ് വീട്ടിലിരിപ്പുണ്ട് എന്ന്. ഷോൺ ജോർജ് വളരെ രസകരമായ രീതിയിൽ തന്നെ തൻ്റെ പ്രതികരണം നൽകിയ ഒരു അഭിമുഖം തന്നെയാണ് ഇത് എന്ന് പറയാം. എന്നാൽ അതേസമയം റിലീസിന് മുൻപേ വലിയ വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കുമൊക്കെ വഴിവെച്ച കേരള സ്റ്റോറി ഫെബ്രുവരി 27 തിയേറ്ററുകളിൽ എത്തിയിരുന്നു. ട്രെയിലർ പുറത്തിറങ്ങിയത് മുതൽ ആരംഭിച്ച പ്രതിഷേധങ്ങൾ കോടതി കയറി. കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടഞ്ഞ റിലീസ് പിന്നീട് ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചു. ആദ്യ ഭാഗം ഉത്തരേന്ത്യയിൽ വലിയ ചലനമുണ്ടാക്കി. പക്ഷേ രണ്ടാം ഭാഗത്തിന് സമാനമായ ഒരു തരംഗം സൃഷ്ടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത. കേരളത്തിലാവട്ടെ റിലീസ് ചെയ്ത ആദ്യത്തെ 6 ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ വെറും 24 ലക്ഷം രൂപ മാത്രമാണ് ചിത്രത്തിന് നേടാനായത് എന്നും വിവരങ്ങളുണ്ട്. ഇന്ത്യ ഒട്ടാകെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ചിത്രം ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. പ്രമുഖ ട്രാക്കർമാർ നൽകിയ കണക്ക് പ്രകാരം 6 ദിവസം കൊണ്ട് 23.75 കോടി രൂപയുടെ ഗ്രോസ് കളക്ഷനും 20.15 കോടി രൂപയുടെ നെറ്റ് കളക്ഷനും ചിത്രം സ്വന്തമാക്കി. സുദീപ് സെൻ സംവിധാനം ചെയ്ത ആദ്യ ഭാഗം 300 കോടി ക്ലബിൽ ഇടം പിടിച്ചതിനാൽ കാമാഖ്യ നാരായൺ സിംഗ് സംവിധാനം ചെയ്ത രണ്ടാം ഭാഗം വലിയ ബജറ്റിലാണ് നിർമ്മാതാവ് ഒരുക്കിയത്. എങ്കിലും ആദ്യ ഭാഗം നേടിയ റെക്കോർഡ് വിജയം അതിലേക്ക് എത്താൻ രണ്ടാം ഭാഗത്തിന് ഇനിയും സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ചിത്രത്തിലെ ചില രംഗങ്ങൾ വലിയ രീതിയിലുള്ള ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചെത്തിയ ഒരു ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗമാണ് മലയാളികൾക്കിടയിൽ കനത്ത പ്രതിഷേധത്തിന് കാരണമായത്. പക്ഷേ ഇത് യഥാർത്ഥ സംഭവത്തിന്റെ ആവിഷ്കാരമാണ് എന്ന് സംവിധായകൻ അവകാശപ്പെടുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചിത്രത്തെ കനത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ചിത്രം നിരവധി വിവാദങ്ങൾ ഉയർത്തി. ആ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.